ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ 28ാമത്തെ ദിവസമായി ഇന്നലെ നമ്മൾ ആരംഭിച്ച മിശിഹ രഹസ്യ ധ്യാനത്തിൻ്റെ തുടർച്ചയായി യേശു യുഗപ്രതീക്ഷയും പ്രവചന നിവൃത്തിയും എന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം ആരംഭിക്കുന്നത് സുപ്രധാനമായ ഈ വാക്കുകളോടെയാണ്: അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗഭാക്കാക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ പങ്കുചേരാനുള്ള നിയോഗമാണ് മനുഷ്യനുള്ളതെന്ന് ഈ പ്രബോധൻ വ്യക്തമാക്കുന്നു. തിരുസഭയുടെ മതബോധം 384 ഖണ്ഡികയിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ദൈവവുമായുള്ള ആദ്യ മാതാപിതാക്കന്മാരുടെ സ്നേഹബന്ധമായിരുന്നു പർദീസായിലെ അവരുടെ സൗഭാഗ്യത്തിന് നിദാനം. ആദിപാപത്തോടെ ദൈവവുമായുള്ള മനുഷ്യൻ്റെ സ്നേഹബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ അവൻ്റെ സൗഭാഗ്യവും നഷ്ടമായി, അവൻ്റെ ജീവിതം ദുരിതപൂർണമായി. ഇതാണ് റോമാലേഖനം 6:23 പൗലോസ് പിന്നീട് പറഞ്ഞു തരുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. തിരുസഭയുടെ മതബോധം 403 ഖണ്ഡികയിൽ പറയുകയാണ്: മനുഷ്യരെ ഞെരുക്കുന്ന അപാരമായ ദുരിതവും തിന്മയിലേക്കും മരണത്തിലേക്കുമുള്ള അവരുടെ പ്രവണതയും ആദത്തിൻ്റെ പാപവുമായുള്ള അവയുടെ ബന്ധത്തിലൂടെ അല്ലാതെ വിശദീകരിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദൈവസന്നിധിയിൽ നിന്ന് നിഷ്കാസിതനായ നിമിഷം മുതൽ ആരംഭിച്ചതാണ് ദൈവവുമായി അനുരഞ്ജനപ്പെടാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹവും രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പും. ഭൂമിയിൽ പാപം വർദ്ധിച്ചതോടെ മനുഷ്യന് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ ഭാരം ദുർവഹമായി. രക്ഷകന് വേണ്ടിയുള്ള ആഗ്രഹവും വർദ്ധിച്ചു. രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തീവ്രവുമായി. വിശപ്പ് കൂടും തോറും ആഹാരത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ച വർദ്ധിക്കുന്നത് പോലെ. യേശുക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ലോകമഹാജ്ഞാനികൾ ക്രിസ്തുവിന് വേണ്ടി, രക്ഷകന് വേണ്ടിയുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. BC 483 ഇടയ്ക്ക് ജീവിച്ചു എന്ന് കരുതപ്പെടുന്ന ശ്രീബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു: കരുണയുടെ രാജാവ് വരാനിരിക്കുന്നു. അവിടുന്ന് ആയിരിക്കും രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭു. അവിടുന്ന് എല്ലാ മനുഷ്യ ഹൃദയങ്ങളെയും അറിയുന്നു. അവിടുന്ന് മാലാഖമാരുടെയും മനുഷ്യരുടെയും രാജാവായിരിക്കും. അവിടുത്തേക്കാൾ ശ്രേഷ്ഠനായി മറ്റാരുമില്ല. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 4-ലും 1:8-ലും ഈശോയാണ് രാജാവ് എന്ന് വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുന്നു. BC 551-നും 479-നും ഇടയ്ക്ക് ജീവിച്ചിരുന്ന ചൈനക്കാരുടെ മതനേതാവായ കൺഫ്യൂഷ്യസ് ഇങ്ങനെ പറഞ്ഞു: ഒരു പുണ്യപുരുഷൻ സ്വർഗത്തിൽ നിന്ന് വരും. അവനെല്ലാം അറിയാം. അവനെല്ലാവരെയും ഭരിക്കും. തൻ്റെ ജീവിതവും മരണവും ഉത്ഥാനവും കഴിഞ്ഞ് അവസാന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ ഇപ്രകാരം അവകാശപ്പെട്ടു. മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. BC 470-നും 399-നും ജീവിച്ചിരുന്ന സോക്രട്ടീസ് ഇപ്രകാരം പറഞ്ഞു: കാത്തിരിക്കുവിൻ, വരാനിരിക്കുന്ന സാർവത്രിക വിജ്ഞാനിക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. അവൻ വരുമ്പോൾ എല്ലാം നമ്മളെ പഠിപ്പിച്ചു തരും. യേശുവിനെ കണ്ടുമുട്ടിയ സമരിയാക്കാരുടെ വാക്കുകൾ ഇതുമായിട്ട് എത്രയോ ബന്ധമുള്ളതാണ്. യോഹന്നാൻ 4:25 നമ്മൾ പറയുകയാണ്: ക്രിസ്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവാണെന്ന് അറിയാതെയാണ് ആ സ്ത്രീ ആ വാക്കുകൾ പറഞ്ഞതെങ്കിലും ഈശോ ഉടനെ മറുപടി കൊടുക്കുകയാണ്. യോഹന്നാൻ 4:26 നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് അവൻ. യേശുക്രിസ്തുവിന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഋഗ്വേദങ്ങൾ, BC 1500-നും 1000-നും ഇടയ്ക്ക് എഴുതപ്പെട്ട ആ ഗ്രന്ഥത്തിൻ്റെ 10-ാമത്തെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു മഹാമനുഷ്യൻ വരാനിരിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകാനിരിക്കും ലോകത്തേക്ക് വരാനിരിക്കുന്നവനും ഇദ്ദേഹമാണ് എന്ന ആ ഋഗ്വേദ വാക്കുകൾ ക്രിസ്തുവിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്. ഋഗ്വേദം 10-ാം പുസ്തകത്തിൽ ഉള്ള പ്രജാപതി യാഗം യേശുവിൻ്റെ കുരിശുമരണത്തിലേക്ക് ഉള്ള സൂചനയായിട്ടും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. രക്ഷകൻ്റെ വരവിന് വേണ്ടി പ്രത്യേക വിധം ഒരുങ്ങാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ ജനത.
ഇസ്രായേലിലെ ചരിത്രം മുഴുവനും രക്ഷകന് വേണ്ടി, മിശിഹായ്ക്ക് വേണ്ടി ഉള്ള സജീവ കാത്തിരിപ്പിൻ്റെ ചരിത്രമാണ്. അബ്രാഹത്തിനുള്ള വാഗ്ദാനത്തിലും മോശയ്ക്ക് നൽകിയ കൽപ്പനകളിലും ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയിലും രക്ഷകന് വേണ്ടിയുള്ള പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശയ്യായുടെ പുസ്തകം 7:14 പ്രവാചകൻ ഇങ്ങനെ എഴുതി. യേശുവിന് 700ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ പ്രവചനത്തിൽ യേശുവിൻ്റെ ജനനത്തെപ്പറ്റിയുള്ള സൂചന കാണാൻ സാധിക്കും. 7-14 അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. ഈ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യേശുവിൻ്റെ ജനനസ്ഥലം എവിടെയായിരിക്കുമെന്ന് യേശുവിന് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട മിഖാ പ്രവചനത്തിൽ 5-2 എഴുതപ്പെട്ടു. ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. വരാനിരിക്കുന്ന രക്ഷകൻ്റെ മുഖ്യമായ ജീവിത പ്രവർത്തനങ്ങൾ എന്തായിരിക്കുമെന്ന് യേശുവിന് മുമ്പ് 750 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഏഷ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഏഷ്യ 61:1-3 വരെ വാക്യങ്ങൾ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാരദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള പൂർത്തീകരണമാണ് ക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയിൽ ഉടനീളം കാണുന്നതെന്ന് വിശുദ്ധ പുതിയ നിയമം വെളിപ്പെടുത്തുന്നു. മനുഷ്യകുലത്തിൻ്റെ പാപമോചനത്തിനുള്ള രക്ഷകൻ്റെ പീഡാസഹനത്തെപ്പറ്റി മുൻകൂട്ടി എഴുതപ്പെട്ടിരുന്നു. യേശയ്യായുടെ പുസ്തകം 53 3 വാക്യങ്ങൾ നമുക്കത് വായിക്കാൻ സാധിക്കും. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ക്രിസ്തുവിൻ്റെ വരാനിരിക്കുന്ന രക്ഷകൻ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് മുൻകൂട്ടി എഴുതപ്പെട്ടു. സങ്കീർത്തനം 16:9 വാക്യങ്ങൾ. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. യേശുവിൻ്റെ ജനനത്തിന് മുന്നോടിയായിട്ടുള്ള സ്നാപകൻ്റെ ജനന അവസരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സക്കറിയ പ്രവാചകൻ, സ്നാപകൻ്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ എത്രയോ ശ്രദ്ധേയം. ലൂക്കാ 1:67 വാക്യത്തിൽ അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് പ്രവചിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുപ്പ് നടത്തി. തൻ്റെ ദാസനായ ദാവീദിൻ്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പുയർത്തി. അത് അവിടുന്ന് പുരാതന കാലം മുതലേ തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അരുളി ചെയ്തിരുന്ന പോലെ നമ്മുടെ ശത്രുക്കളുടെയും നമ്മെ വെറുക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോടുള്ള കരുണ പ്രവർത്തിക്കാനും തൻ്റെ പരിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനുമാണ്. യേശു ജനിച്ച അവസരത്തിൽ വരാനിരുന്ന യുഗങ്ങളുടെ പ്രതീക്ഷയായ ആയവൻ ഈശോ തന്നെയാണെന്ന് സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായി ലൂക്കാസ് സുവിശേഷം 2-10 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ദൂതൻ അവരോട് പറഞ്ഞു, ദൂതൻ ആട്ടിടയരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായൊരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിൻ്റെ
നഗരത്തിൽ ജനിച്ചിരിക്കുന്നു. ബെത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ ജനിച്ച ക്രിസ്തുവാണ് യുഗങ്ങളുടെ പ്രതീക്ഷയായവൻ എന്ന് മാലാഖ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദിവ്യശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ശെമയോൻ നടത്തുന്ന പ്രവചനത്തിലും വാക്കുകളിലും ഈശോയെ കാണുന്നതിലാണ് ഒരു മനുഷ്യൻ്റെ രക്ഷ അടങ്ങിയിരിക്കുന്നതെന്ന് ശെമയോൻ വ്യക്തമാക്കുന്നുണ്ട്. ലൂക്ക 2:25 മുതൽ വാക്യത്തിൽ. ജെറുസലേമിൽ ശെമയോൻ എന്ന് പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അവൻ നീതിമാനും ഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു. അവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിന് ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ കൊണ്ടുവന്നു. അപ്പോൾ ശെമയോൻ അവനെ കയ്യിൽ സ്വീകരിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ നിന്റെ ദാസനെ നിന്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനത്തിൻ്റെയും മുൻപിൽ നീ ഒരുക്കിയിട്ടുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുവല്ലോ. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ്. യേശുവിനെ ബെത്ലഹേമിൽ വന്ന് കാണാൻ ജീവിതം പണയം വെച്ച് ദീർഘകാലം യാത്ര ചെയ്ത് മുന്നെത്തിയ പൗരസ്ത്യ ജ്ഞാനികൾ മറ്റൊരു സൂചന നമുക്ക് തരികയാണ്. പൗരസ്ത്യദേശം മുഴുവനുള്ളവരും ഒരു രക്ഷകന് വേണ്ടി കാത്തിരുന്നുമെന്നും ആ കാത്തിരിപ്പ് ഈശോയിലാണ് പൂർത്തിയായതെന്നും അവരുടെ സന്ദർശനവും അവരുടെ ദിവ്യശിശുവിന് മുമ്പിൽ അവർ നടത്തിയ ആരാധനയും സ്പഷ്ടമായി തെളിയിക്കുകയാണ്. യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ അതേപ്പറ്റി വിശുദ്ധ മത്തായി സുവിശേഷം തരുന്ന വ്യാഖ്യാനം അവിടുന്ന് പ്രവാചകന്മാരുടെ പ്രതീക്ഷയാണ്, യുഗങ്ങളുടെ പ്രതീക്ഷയാണെന്ന് കാണിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്തിൽ വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയുടെ ഗലീലി. അന്ധകാരത്തിലുള്ള ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നാട്ടിലും നെടിലും ഇരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രഘോഷിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, എല്ലാ കാലത്തെയും എല്ലാ മനുഷ്യരുടെയും ജീവിത സാക്ഷാത്കാരം അടങ്ങിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹത്തിലും കാത്തിരിപ്പിലും അവിടുത്തെ കണ്ടെത്തുന്നതിലുമാണെന്ന് വ്യക്തമാണ്. ജീവിത ക്ലേശങ്ങളും ഭാരങ്ങളും വഹിച്ച് വിഷമിക്കുന്ന നമുക്കും യഥാർത്ഥ സന്തോഷത്തിനും യഥാർത്ഥ സമാധാനത്തിനും രക്ഷയ്ക്കുമുള്ള ഏകമാർഗം യേശുവിന് വേണ്ടി അതിയായിട്ട് ആഗ്രഹിക്കുക, അവിടുത്തെ കണ്ടെത്താൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക, അതിൻ്റെ ഫലമായി അവിടുത്തെ സ്വന്തമാക്കുക എന്നതിലാണ്. ഈ ചിന്തകളോടെ നമുക്ക് ഈ ദിവസത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. ആദി മാതാപിതാക്കന്മാരുടെ അനുസരണക്കേടിനുള്ള ശിക്ഷ പ്രഖ്യാപിച്ചതോടൊപ്പം രക്ഷകനെ പറ്റിയുള്ള പ്രവചനവുമുണ്ടായി. 33:15. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഈ പ്രവചനം ആണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പുത്രനായി ജനിച്ച യേശു ക്രിസ്തുവിൽ പൂർത്തിയായത്. രക്ഷകനെ പറ്റിയുള്ള പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളും യേശു ക്രിസ്തുവിൽ നിവൃത്തിയായി. BC 740 മുതൽ 700 വരെയുള്ള കാലയളവിൽ പ്രവാചക ദൗത്യം നിറവേറ്റിയ യേശയ്യാ ഇപ്രകാരം എഴുതി. 7-ാം അധ്യായം 14-ാം വാക്യം. കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പുരുഷ സംസർഗമില്ലാത്ത ഒരു കന്യകയിൽ നിന്ന് ലോകരക്ഷകൻ പിറക്കുമെന്ന ഈ പ്രവചനം യേശുവിൽ മാത്രമാണ് നിറവേറിയത്. യേശയ്യായുടെ സമകാലികനായിരുന്ന മിഖ പ്രവാചകൻ BC 750-687 ഇടയ്ക്ക് ജീവിച്ച അദ്ദേഹം ഇപ്രകാരം പ്രവചിച്ചു. ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. മിഖ 5:2. അഗസ്റ്റസ് സീസർ സെൻസസിനുള്ള കൽപ്പന മറിയം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നൽകാനും മറിയത്തിൻ്റെ പ്രസവം അടുത്തിരിക്കെ പേരെഴുതിക്കാനായി ജോസഫും മറിയവും ബെത്ലഹേമിലേക്ക് പോകാനും ഇടയായത് ഈ പ്രവചന നിവൃത്തിക്കാണ്.
അവിടെ വെച്ച് പരിശുദ്ധ മറിയം യേശുവിനെ പ്രസവിക്കുകയും ചെയ്തു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷകൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണം. യേശുവിൻ്റെ പരസ്യജീവിതം മുഴുവനും പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു. വരാനിരിക്കുന്ന മനുഷ്യരക്ഷകൻ ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുന്നവനായിരിക്കും എന്ന് യേശയ്യാ പ്രവാചകൻ പറഞ്ഞു. ഈ പ്രവചനം തന്നിൽ പൂർത്തിയായി എന്ന് യേശു തന്നെ നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിൽ 16 മുതൽ വാക്യങ്ങളിൽ. യേശുവിൻ്റെ പരസ്യ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ എല്ലാം ഈ പ്രവചനത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള നിവൃത്തിയായിരുന്നു. പീഡാനുഭവ വിവരണങ്ങൾ കൃത്യമായി മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഒരു പത്ര റിപ്പോർട്ടർ സംഭവ സ്ഥലത്ത് വെച്ച് രേഖപ്പെടുത്തിയാൽ എന്ന വിധമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചന രൂപേണ എഴുതപ്പെട്ടത്. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് യേശയ്യാ പ്രവാചകൻ 53:2-3 വാക്യത്തിലും. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവർ എന്നെ തുറിച്ചു നോക്കുന്നു, അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. സങ്കീർത്തനം 22:16-18 നമ്മൾ വായിക്കുകയാണ്. ഈ പ്രവാചക ലിഖിതങ്ങൾ മുഴുവൻ നസ്രായനായ യേശുവിൽ അക്ഷരം പ്രതി നിവൃത്തിയായതായി എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. ലോകരക്ഷകൻ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പോലും മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടു. സങ്കീർത്തനം 16:9-11 വാക്യങ്ങൾ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. ഈ പ്രവചനവും യേശുവിൽ മാത്രമാണ് പൂർത്തിയായത്. തൻ്റെ ഉദ്ധാനത്തെപ്പറ്റി യേശു തന്നെയും പ്രവചിച്ചിട്ടുണ്ട് പലതവണ. മർക്കോസ് 8:31 നമ്മൾ വായിക്കുകയാണ്. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോസ്തലന്മാരുടെ വാക്കുകൾ. യേശുവിൻ്റെ ജീവിതവും മരണവും ഉത്ഥാനവും പ്രവചനങ്ങളുടെ നിവൃത്തിയായാണ് പത്രോസ് വ്യാഖ്യാനിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 15-17-18 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്. പത്രോസിൻ്റെ വാക്കുകൾ. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ജീവൻ്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. എന്നാൽ തൻ്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. യഹൂദ മതഗ്രന്ഥങ്ങളിൽ വരാനിരിക്കുന്ന ലോകരക്ഷകനെപ്പറ്റി ഇപ്രകാരം 332 പ്രവചനങ്ങൾ കാണാൻ കഴിയുമെന്നാണ് പ്രൊഫസർ പാരിയുടെ ഭൂഗർഭ ശാസ്ത്രവും ബൈബിൾ പഠനവും എന്ന ഗ്രന്ഥത്തിൽ കാണുന്നത്. ഇവയെല്ലാം അക്ഷരം പ്രതി യേശുവിൽ പൂർത്തിയായി. ക്രിസ്തുനാഥൻ്റെ ജീവചരിത്രം അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതപ്പെട്ടുവെന്നാണ് ബിഷപ്പ് ഫുൾട്ടൻ ജെഷിൻ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരു രാജ്യം അതിൻ്റെ പ്രതിനിധിയെ മറ്റൊരു രാജ്യത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് അയക്കപ്പെടുന്ന ആളെപ്പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ മുൻകൂട്ടി കൈമാറും. ഒരാൾ ദൈവത്തിൽ നിന്നാണ് വന്നതെങ്കിൽ അത് തെളിയിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വരവിനെപ്പറ്റി ദൈവം തന്നെ മുൻകൂട്ടി പറയുക വഴിയാണ്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥത്തിലാണ് ബിഷപ്പ് ഫുൾട്ടൻ ജെഷിൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ചരിത്രം കണ്ട ദൈവപുരുഷന്മാരിൽ അപ്രകാരം മുൻകൂട്ടി ദൈവത്താൽ അറിയിക്കപ്പെട്ട ഒരേ ഒരാൾ യേശുവാണ്. ഇതര പുരാതന മതഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അവിടുത്തെ മരത്തിൽ തറച്ചു കൊല്ലുമെന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ളതായി വായിക്കുന്നു. സർവ്വജനങ്ങളുടെയും രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് യേശുവിൽ യാഥാർത്ഥ്യമായി. യഹൂദർ മാത്രമല്ല, സർവ്വജനതകളും യേശുവിനു വേണ്ടി കാത്തിരുന്നുവെന്നാണ് വസ്തുത. റോമാക്കാരുടെ പ്രതീക്ഷ റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് ഇങ്ങനെ എഴുതി: അഖില ജനങ്ങളുടെയും രാജാവായവൻ യൂദയായിൽ നിന്ന് വരുമെന്ന് പ്രാചീന പ്രവചനങ്ങൾ ആസ്പദമാക്കി റോമൻ ജനത വിശ്വസിച്ചിരുന്നു. ഗ്രീക്കുകാർക്കും ഇതേ പ്രതീക്ഷയുണ്ടായിരുന്നു. ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞൻ സോക്രട്ടീസ് എഴുതി: കാത്തിരിക്കുവിൻ, വരാനിരിക്കുന്ന സാർവത്രിക ജ്ഞാനിക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. അവൻ വരുമ്പോൾ എല്ലാവരെയും എല്ലാം പഠിപ്പിക്കും. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ എങ്ങനെ വർത്തിക്കണമെന്ന് അവൻ പറഞ്ഞു തരും. ഇനി വരാനിരിക്കുന്ന സാർവത്രിക വിജ്ഞാനി എന്നിവയെക്കുറിച്ചും സോക്രട്ടീസ് സംസാരിക്കുകയുണ്ടായി. പൗരസ്ത്യർക്കും ഈ പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൽ പൗരസ്ത്യ ജ്ഞാനികൾ യഹൂദന്മാർ രാജാവ് എവിടെ ജനിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പാലസ്തീനയിലേക്ക് വന്നത്. ചൈനക്കാരുടെ വലിയ മതസ്ഥാപകനായ കൺഫ്യൂഷ്യസും ഇപ്രകാരം എഴുതി:
പുണ്യപുരുഷൻ സ്വർഗത്തിൽ നിന്ന് വരും, അവനെല്ലാം അറിയാം, അവൻ എല്ലാവരെയും ഭരിക്കും. ആദിമശാപത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കാൻ വരുന്ന രക്ഷകനെക്കുറിച്ച് കൺഫ്യൂഷ്യസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രതീക്ഷകളെല്ലാം ക്രിസ്തുവിൽ മാത്രമാണ് നിറവേറ്റപ്പെട്ടത്. യേശുവിലല്ലാതെ മറ്റാരിലാണ് ഈ പ്രതീക്ഷകൾ നിറവേറ്റപ്പെട്ടത്? സമരിയാക്കാരും മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു. യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ യേശു കണ്ടുമുട്ടിയ സമരിയാക്കാരുടെ വാക്കുകളിൽ നിന്ന് ഇത് വ്യക്തമാണ്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 4:25 മാനവരക്ഷകന് വേണ്ടിയുള്ള സർവ്വജനതകളുടെയും കാത്തിരിപ്പ് തന്നിലാണ് പൂർത്തിയായതെന്ന് സമരിയാക്കാരിക്ക് യേശു നേരിട്ട് നൽകിയ മറുപടിയിൽ വ്യക്തമാണ്. യോഹന്നാൻ 4:26 നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് അവൻ. ദാനിയേൽ പ്രവചനത്തിൽ മിശിഹായെപ്പറ്റി പറയുന്നു. ദൈവപുത്രനാണെങ്കിൽ എന്തുകൊണ്ട് യേശു തന്നെ വിശേഷിപ്പിക്കാൻ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു? ഇത് മനസ്സിലാക്കാൻ ഈ സംജ്ഞ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്ന ദാനിയേൽ പ്രവചനത്തിൽ ഇതിന് എന്ത് അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് നോക്കണം. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു, നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവനും വരുന്നു. എല്ലാ ജനതകളും ജനപദങ്ങളിലും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജത്വം അനശ്വരമാണ്. ദാനിയേൽ 7:13-14 ഈ പ്രവചന പശ്ചാത്തലത്തിൽ താൻ മനുഷ്യപുത്രനാണെന്ന് യേശു പറഞ്ഞപ്പോഴൊക്കെയും അവിടുന്ന് അവകാശപ്പെട്ടത് അവിടുന്നാണ് ദാനിയേൽ പ്രവചിച്ച ലോകരക്ഷകൻ. അവിടുത്തേക്കാണ് ആധിപത്യവും മഹത്വവും രാജത്വവും ഉള്ളത്. എല്ലാ ജനതകളാലും ആരാധിക്കപ്പെടുന്നവൻ അവിടുന്നാണ് എന്നത്രേ. താൻ മനുഷ്യപുത്രനാണെന്ന് പറഞ്ഞതിലൂടെ യേശു അവകാശപ്പെട്ടത് ലോകം മുഴുവനും കാത്തിരുന്ന ഏകരക്ഷകൻ തന്നെയാണ് അവിടുന്ന് എന്നത്രേ. ആരാധനയ്ക്ക് അർഹനായ സത്യദൈവം. മറിയം വഴി യേശുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണം യഥാർത്ഥത്തിൽ യേശുവിനെ പറ്റിയുള്ള ഈ അറിവിനോടുള്ള അനിവാര്യ പ്രതികരണമാണ്. കാരണം ലോകം മുഴുവൻ സർവ്വജനതകളും ആർക്കു വേണ്ടി കാത്തിരുന്നു? അത് യേശുവാണ് എന്ന തിരിച്ചറിവ് യേശുവിന് സമ്പൂർണ്ണമായി ജീവിതം സമർപ്പിക്കുവാൻ ആരെയും നിർബന്ധിക്കും. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയാൻ ശ്രദ്ധിക്കാം. യഥാർത്ഥ വലിയ ഭക്തി എന്ന ഗ്രന്ഥം 33-ാമത്തെ ഖണ്ഡിക. ക്രിസ്തു പരിശുദ്ധ കന്യകയുടെ പാവനോദരത്തിൻ്റെ ഫലം കൂടിയാണ്. ഭൂസ്വർഗവാസികൾ സകലരും അനുദിനം 1000 പ്രാവശ്യം നിന്റെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നെന്ന് ആലപിക്കുന്നു. അതിനാൽ തീർച്ചയായും മറിയത്തിൻ്റെ പ്രയത്നവും ഫലവുമായാണ് യേശുക്രിസ്തുവിനെ ഓരോ വ്യക്തിക്കും ലഭിക്കുന്നത്. സമസ്ത ലോകത്തിനും ഇതേ മാർഗത്തിലൂടെ അത്രേ അവിടുത്തെ ലഭിച്ചതും. അതുകൊണ്ട് ആരുടെയെങ്കിലും ഹൃദയത്തിൽ യേശുക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായി പറയാം, എന്നിൽ വസിക്കുന്ന ക്രിസ്തു നിന്റെ പ്രവർത്തന ഫലമാണ്. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല. പരിശുദ്ധ മറിയമേ നന്ദി. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെപ്പറ്റി പറഞ്ഞവ മറിയത്തിന് നമ്മെപ്പറ്റി കൂടുതൽ ന്യായപൂർവ്വം പറയാം. എൻ്റെ സുതനായ ക്രിസ്തു ദൈവസുതരിൽ പൂർണ്ണമായി രൂപം കൊള്ളുന്നതുവരെ അവരെക്കുറിച്ച് ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു. യഥാർത്ഥ മരിയഭക്തി 33-ാമത്തെ ഖണ്ഡിക. ബൈബിൾ വായന. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. പ്രാർത്ഥന. യുഗങ്ങളുടെ പ്രതീക്ഷയും പ്രവചനങ്ങളുടെ നിവൃത്തിയും സകല ഹൃദയങ്ങളുടെയും അഭിലാഷപൂർത്തിയുമായ യേശുനാഥ, നിനക്ക് വേണ്ടിയുള്ള ദാഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ. തിരുവചനത്തിലും സഭയുടെ പ്രബോധനങ്ങളിലും നിന്നെ ഞാൻ അന്വേഷിക്കട്ടെ. യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ
തീരുമാനിച്ചു എന്ന വിശുദ്ധ പൗലോസിൻ്റെ മനോഭാവം എനിക്കും നൽകണമേ. കർത്താവെ, അങ്ങുമായുള്ള എൻ്റെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഒരിക്കൽ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. കർത്താവെ, ഒരിക്കൽ കൂടി എന്നെ രക്ഷിക്കണമേ. അവിടുത്തെ രക്ഷാകരമായ ആശ്ലേഷത്തിൽ ഒരിക്കൽ കൂടി എന്നെ സ്വീകരിക്കണമേ. യേശുവെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്നെ ഗ്രഹിപ്പിക്കണമേ. ആമേൻ. സൽകൃത്യം. യേശുവിനെപ്പറ്റി അക്രൈസ്തവ ഗുരുക്കന്മാർക്കുണ്ടായിരുന്ന പ്രതീക്ഷയ ഒരു അക്രൈസ്തവനോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക.